എബ്രായ ലേഖനത്തിലെ ഒരു വേദഭാഗം വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശം ഞാൻ തുടങ്ങുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൈവം ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഇന്ന് രാത്രി അങ്ങയ്ക്ക് ഈ ജനത്തോടും ഈ ദേശത്തോടും പറയുവാനുള്ള അങ്ങയുടെ സന്ദേശം അങ്ങ് അരുളി ചെയ്യണമേ. അടിയൻ അങ്ങയുടെ സന്ദേശവുമായി ഈ ജനത്തിന് മുൻപാകെ ഇന്ന് രാത്രി നിൽക്കുന്നു. ഈ ജനം അങ്ങയുടെ വകയാണ്, ഈ ദേശം അവിടുത്തേതാണ്. അങ്ങയുടെ ജനത്തോട് അങ്ങയ്ക്ക് സംസാരിക്കാനുണ്ട്. കേവലം സംസാരിക്കാനല്ല, അവരുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ ക്രിയ ചെയ്യുവാൻ ഇന്ന് രാത്രി ദൈവം ഇവിടെ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ഒരു മഹത്വം, അങ്ങയുടെ മഹത്വം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വരണമേ. അങ്ങയെ ഒന്ന് കാണാൻ, അങ്ങയുടെ ഉദ്ദേശത്തെ ഒന്ന് തിരിച്ചറിയുവാൻ അടിയങ്ങൾക്ക് കൃപയും ശക്തിയും തരണമേ. എല്ലാ ദാനങ്ങൾക്കായ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വലിയ മഹത്വമുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വേദപുസ്തക ഭാഗമാണ് എബ്രായ ലേഖനം. യേശുക്രിസ്തുവിൻ്റെ വലിയ വലിപ്പം ചൂണ്ടിക്കാട്ടുകയാണ് ഈ എബ്രായ ലേഖനം മൊത്തം. അതിൽ ഇന്ന് പറയാനുള്ള ഈ സന്ദേശം, ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്, മനുഷ്യരെക്കുറിച്ച് പറയുകയാണ്. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അവനും എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. യേശുക്രിസ്തുവിൻ്റെ വലിയ വലിയ പ്രവൃത്തികൾ ഈ പുസ്തകത്തിൽ ആദിയോടന്തം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അവിടുത്തെ വലിയ മഹത്വം പറയുകയാണ്. എല്ലാറ്റേക്കാളും ഉന്നതൻ. ഒരുപാട് കാര്യങ്ങൾ ലേഖനകർത്താവ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കൃത്യം തോതിൽ മാത്രം ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നു. യേശു ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ ഏറ്റവും വലിയ കാര്യം യേശുക്രിസ്തുവിൻ്റെ മരണമായിരുന്നു. മരണമാണ് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിന് അത്ര കൊണ്ട് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണം, അവിടുന്ന് ദൈവമായിരുന്നു, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. അഖിലാണ്ടത്തിലുള്ളതൊന്നും അവിടുത്തെ കൂടാതെ ഉളവായിട്ടില്ല. സകലം ഉണ്ടാക്കിയ ദൈവം, നിത്യൻ, നിത്യമായി ഉണ്ടായിരുന്നവൻ, നിത്യമായി ഉണ്ടായിരിക്കുന്നവൻ. ആ ദൈവം ഭൂമിയിൽ മനുഷ്യനായി
ശരീരം എടുത്തു വന്നു, മനുഷ്യ ശരീരം എടുത്തു വന്നു. ആളുകളെ കണ്ടു. അന്ന് ജീവിച്ച ആളുകൾ, പ്രത്യേകിച്ച് ആ നാട്ടുകാർ അവിടുത്തെ കണ്ടു. ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ തോന്നാൻ കാരണം അവിടെ വെറും ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. വലിയൊരു പ്രഭു കുടുംബത്തിൽ അവിടുന്ന് ജനിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് രാജാവായിട്ട് ജനിച്ച ആളാണ്. കേവലം രാജാവല്ല, അന്നത്തെ ഭാഷയിൽ, അവരുടെ ഭാഷയിൽ യഹൂദന്മാരുടെ രാജാവ്. പക്ഷെ അവിടെ കൊണ്ട് ഒതുങ്ങില്ല. ഈ പുസ്തകത്തിൽ, ഈ വേദപുസ്തകത്തിൽ അവസാനം പറയുമ്പോൾ രാജാധിരാജാവും കർത്താതി കർത്താവും, സകല രാജാക്കന്മാർക്കും മീതെ, ഭരണകർത്താക്കൾക്കും മീതെയുള്ള ഭരണകർത്താവ്. അതും അവിടുത്തെ ആധിപത്യം തീർന്നു പോകുന്നതല്ല. പ്രവചന പുസ്തകങ്ങളിൽ അവിടുത്തെ ആധിപത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ ഭാവി കാര്യങ്ങൾ ദർശനത്തിൽ കണ്ടിട്ട് പറയുന്ന ഒരു പ്രയോഗം, മനുഷ്യപുത്രനോട് സദൃശനായവൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവർ അവനെ വയോധികന്റെ അടുക്കൽ, എന്നുവെച്ചാൽ വളരെ പൂർവികനായ അത്യുന്നതനായ മഹത്വമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ അടുത്തു വരുമാറാക്കി. സകല വംശക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. വരാനുള്ള നാൾ സംഭവിക്കാൻ പോകുന്ന കാര്യം പറയാം. അതിൻ്റെ പ്രത്യക്ഷത ഇതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരു ദിവസം ഉണ്ടാകും. സകല വംശക്കാരും ജാതിക്കാരും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യമാണ്. അവിടുത്തെ ഭരണം ഒരു കാലത്തും അവസാനിക്കുന്നതല്ല. ഒരു ചക്രവർത്തിക്ക് ഇതിനെ സംബന്ധിച്ച് ദൈവം നൽകിയ സ്വപ്നത്തിൽ അതിന് വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ലോക രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യരാജ്യം സ്ഥാപിക്കും. അത് ബാക്കി എല്ലാ രാജ്യത്വങ്ങളെയും നീക്കിയിട്ട് എന്നേക്കും നിലനിൽക്കുന്ന, ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു രാജ്യത്വമായിരിക്കും. ആ രാജാവാണ് ശരീരമെടുത്ത് ഭൂമിയിൽ വന്നത്. പക്ഷെ വന്നപ്പോ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അവിടുന്ന് ജനനമെടുക്കാൻ തീരുമാനിച്ചത്. ഒരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ. രാജാവ് അങ്ങനെ പിറക്കാറില്ല എന്നല്ല ആളുകളുടെ ധാരണ. പക്ഷെ അങ്ങനെ പിറന്നത് സകല മനുഷ്യർക്കും അവിടുത്തെ അടുക്ക ചെല്ലാനുള്ള സൗകര്യം കിട്ടാൻ വേണ്ടിയാണ്. അവിടുത്തെ ദൈവവും ദൈവാദി ദൈവവുമായിരുന്നു. അവിടുത്തെ മരണത്തിനും അടക്കത്തിനും ഉയർപ്പിനും ശേഷം അവിടുത്തെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് അതിന് ശേഷം അവിടുത്തെ കണ്ടിട്ടുള്ള അപൂർവം ആളുകൾ. അത് കണ്ട ഒരാൾ ഈ മാർഗത്തിന് വിരോധിയായിരുന്ന ശൗൽ എന്നൊരു മനുഷ്യനായിരുന്നു. ഒരു വേദപണ്ഡിതൻ, യഹൂദ പണ്ഡിതൻ. ഈ യേശുവിൻ്റെ കാര്യം പറയുന്നതിന് വലിയ വൈരാഗ്യമുള്ള ആൾ. ഇത് പറയുന്നവരെ അടിക്കുകയും ഉപദ്രവിക്കുകയും റോഡ് വലിച്ചെറിക്കുകയും പോലീസിലേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ. പട്ടാപ്പകൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് ഈ മനുഷ്യനൊന്ന് പ്രത്യക്ഷപ്പെട്ടു. സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്നൊരു വെളിച്ചം ആ മനുഷ്യന്റെ ചുറ്റും മിന്നി. കണ്ണും പൊട്ടി താഴെ വീണു. അത്രയ്ക്ക് മഹത്വമുള്ളവൻ. യേശുവിൻ്റെ ശിഷ്യനായി കൂടെ നടന്ന 12 പേരിൽ
വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരുവൻ, യേശുവിനെ നെഞ്ചോട് പോലും ചാരിയിരിക്കത്തക്കവണ്ണം അടുപ്പമുണ്ടായിരുന്നവൻ, അങ്ങനെ ചാരിയിരുന്നിട്ടുള്ളവൻ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശുവിനെ ഒരു ദർശനത്തിൽ കണ്ടു. ആ ദർശനത്തിന്റെ ഭയങ്കരത്വം നിമിത്തം ഈ വിശുദ്ധ വചനം പറയുന്നത് മരിച്ചവനെ പോലെ അവിടുത്തെ കാൽക്കൽ വീണു. നാടിയിടിപ്പില്ല, അനക്കമില്ലാതെ മരിച്ചവനെ പോലെ താഴെ വീണു. അത്രയ്ക്ക് മഹത്വത്തിന്റെ ദൈവം. ആ ദൈവം ഭൂമിയിൽ ജഡമെടുത്ത് വന്നപ്പോൾ, ഇത് നേരത്തെ അങ്ങനെ ആയിരുന്നു, പിൽക്കാലത്ത് ആ മഹത്വത്തിലേക്ക് തിരിച്ചു പോയതാണ്. എന്തിനീ താഴ്ചയിൽ സാധാരണക്കാരനെ പോലെ വന്നു, കൂലിപ്പണിക്കാരൻ്റെ വീട്ടിൽ വന്നു? സകല മനുഷ്യരെയും രക്ഷിക്കാനും സഹായിക്കാനും അവിടുന്ന് വന്നു. ആ സകല മനുഷ്യരെയും രക്ഷിക്കണമെങ്കിൽ, സഹായിക്കണമെങ്കിൽ അത്യുന്നത നിലയിൽ ഭൂമിയിൽ ജീവിച്ചാൽ, രാജാവ് വരുന്ന പ്രഭാവം അറിയില്ലേ? ആളുകൾക്ക് സമീപിക്കാൻ പറ്റുമോ? പട്ടാളക്കാരുടെ അകമ്പടിയോടെ സുരക്ഷിത മേഖലയിലെ ഒരു രാജാവ് വരുള്ളൂ. പാവപ്പെട്ടവൻ അടുത്തിയല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിക്ക്. എന്നാൽ ഏത് മനുഷ്യനും, ഏത് പാവപ്പെട്ടവനും, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഉയർന്നവനാകട്ടെ താണവനാകട്ടെ, ഈവൻ ഭിക്ഷക്കാരനാകട്ടെ, സമൂഹത്തിൽ അടുത്തിയല്ലാൻ പാടില്ല എന്ന് വിധിച്ചവനാകട്ടെ, അവർക്കും അടുത്തിയല്ലത്തക്കവണ്ണം ധൈര്യമുണ്ടാകേണ്ടതിന് യഹൂദ സമുദായത്തിൽ സാധാരണ മനുഷ്യർക്ക് അടുത്തിയല്ലാൻ പറ്റാത്ത തരത്തിൽ സ്ത്രീകൾക്ക് അവരുടെ ആർത്തവകാലങ്ങളിലോ മറ്റോ പുരുഷന്മാരുമായിട്ട് അടുത്തിയല്ലാൻ സമൂഹത്തിന് വരാൻ പാടില്ലാത്തടത്തും കുറെ കാലമായി രക്തസ്രാവം എന്ന രോഗം ബാധിച്ച സ്ത്രീ, അവളുടെ മനസ്സിലൊരു ബോധം, യേശുവിൻ്റെ അരികെ ചെന്നാൽ എന്നെ തള്ളില്ല, എനിക്കവിടെ സൗഖ്യമുണ്ടാവും, എനിക്ക് സമീപിക്കാം എന്ന് ബോധമുള്ളവൻ. ഭിക്ഷക്കാർ നിലവിളിച്ചു, എന്നെ സഹായിക്കണമേ. യോഗത്തിന്റെ സംഘാടകർ, എൻ്റെ ഭാഷയ്ക്ക് പറയാണ്, യോഗത്തിന്റെ സംഘാടകർ പറയുന്നു, മിണ്ടാതിരിക്കൂ, വലിയ യോഗത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യോഗത്തിന് വരൂ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്നിട്ട് യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്ക കൊണ്ടുവരൂ, ആ ഭിക്ഷക്കാരന്. അവിടെ നിന്ന് ഭിക്ഷക്കാരൻ്റെ കാര്യം കേട്ട് അവനെ സഹായിച്ചിട്ടാണ് മുമ്പോട്ട് പോയത്. അതിനു വേണ്ടി തന്നെത്താൻ താണ് വന്നവൻ. തീർന്നില്ല. അങ്ങനെ കേവലം ഒരു സഹായകനല്ല അവിടുന്ന്. പകരം വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത് ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ അവിടുന്ന് വന്നത്. അവിടുന്ന് ലോകത്തിൽ വന്നത് തൻ്റെ ജീവനെ കൊടുക്കാനാണ്, മറുവിലയായി കൊടുപ്പാൻ. എന്താണ് മറുവില എന്ന് പറഞ്ഞാൽ? അർത്ഥം, മറുവില എന്ന് പറഞ്ഞാൽ പകരം കൊടുക്കുക. നമ്മെ പാപനിമിത്തം നമ്മെ കൊല്ലേണ്ടിയിരുന്നിടത്ത് നമ്മെ കൊല്ലുന്നതിന് പകരം നമ്മുടെ മരണം ഏറ്റെടുക്കാൻ വന്ന് നമുക്ക് പകരം മരിച്ചവൻ. അങ്ങനെ മറുവിലയായി തീരാൻ തൻ്റെ ജീവനെ കൊടുക്കാൻ യേശു വന്നു. ആ യേശു വന്ന് പ്രവർത്തിച്ച പ്രവൃത്തിയെ സംബന്ധിച്ചാണ് ഡോക്ടർ നന്നു വിശദീകരിച്ചത്. അത് നിമിത്തം സമ്പാദിച്ച സഭ, അതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഞാൻ കയറി വന്നപ്പോൾ. അതെ, യേശു വന്നത് മരിക്കാനാണ്. പക്ഷെ ആ മരണം കൊണ്ട് എന്താണ് സാധിച്ചത്? ഒത്തിരി ഒത്തിരി കാര്യമുണ്ടെങ്കിലും ഇന്ന് പറയാനുള്ള ഒരു നിയോഗമാണ് എനിക്കുള്ളത്. ഞാൻ വെളിപ്പാടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ സന്ദേശം മാത്രം വിളിച്ചു പറയുന്നു. എന്താണ്? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു.
മരണഭീതി. മരണം പൊതുവെ ആർക്കും ഇഷ്ടമല്ല. കുറേ പ്രായമായി ക്ഷീണമായാലും മരിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരെയാണ് അധികവും കാണുന്നത്. ആൾക്ക് മരണത്തോടൊരു പേടിയാണ്. മരണം സ്വാഭാവികമായി തിരഞ്ഞെടുക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ കാരണം ജീവിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട്, മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട്, മേ ബി കടം കയറി വീട്ടാൻ നിർവാഹമില്ലാതെ കടക്കാർ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട്, അല്ല ഒരു പക്ഷേ ശാരീരിക വ്യഥകൾ വേദനകൾ താങ്ങാൻ മേലാത്തത് കൊണ്ട്, മാനസിക സംഘർഷങ്ങൾ തനിക്ക് താങ്ങാവുന്നതിനപ്പുറമാകുന്നൊരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ടാവാം. അവരങ്ങ് മരണം ഇഷ്ടപ്പെട്ടിട്ടല്ല വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാണ്, വേറെ ഗതിയില്ലാഞ്ഞിട്ട്. ഇങ്ങനെ ചെയ്താൽ പ്രശ്നം തീരും എന്നൊരു ചിന്തയിൽ അവർ അത് ചെയ്യുകയാണ്. എന്നാലും മനുഷ്യന് മരണം പേടിയാണ്. കാരണം മരണം ശരിക്കും പറഞ്ഞാൽ ദൈവം മനുഷ്യന് വേണ്ടി വെച്ച ഒരു സമ്പ്രദായമല്ല മരണം. അങ്ങനെ വാക്യമുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യത്തിലുണ്ട്. പക്ഷേ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മരിക്കാനല്ല ഉണ്ടാക്കിയത്, മരിക്കുന്ന ഒരു സംവിധാനത്തോടെ അല്ല ഉണ്ടാക്കിയത്. എന്നേക്കും മനുഷ്യൻ ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അതിന് കഴിവുള്ള ആളായിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷേ മരണം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒറിജിനലി അങ്ങനെ ആയിരുന്നില്ല, അതങ്ങനെയായി തീർന്നതാണ്. ദൈവത്തിൻ്റെ നിർമ്മിതിയുടെ വൈകല്യമല്ല, അതിന് പ്രത്യേക സംഭവത്തിൽ അങ്ങനെ വന്നു ചേർന്നതാണ്. അത് ഞാൻ പറയാം. എന്നാൽ മരണം ഇന്നൊരു യാഥാർത്ഥ്യം. മനുഷ്യന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, തയ്യാറാണെങ്കിലും ഇല്ലെങ്കിലും, ഒരാൾക്കും ചെറുത്തു നിൽക്കാൻ മേലാതെ മരണം എന്ന യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരെയും വേട്ടയാടുന്നു. അതിൽ ഒഴിവുള്ളവർ ആരുമില്ല. ഈ മരണത്തെ ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർക്ക് ഭയമാണ് ജീവപര്യന്തം. അങ്ങനെ മരണത്തിൻ്റെ ഭീതിയിലിരുന്നവരെ യേശു വിടുവിച്ചു. ഞാൻ പറഞ്ഞു, മരണം ദൈവത്തിൻ്റെ ഒറിജിനൽ ആദിമ പദ്ധതിയിൽ ഉണ്ടായിരുന്നതല്ല. മനുഷ്യനെ എന്നേക്കും ജീവിക്കാൻ ദൈവം ഉണ്ടാക്കിയതാണ്. പക്ഷേ മരണം വന്നു. അതിനെ സംബന്ധിച്ച് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അവിടെ പറയുന്ന ആ ഏക മനുഷ്യൻ എന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ദൈവം അവരോട് ആദ്യമേ പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെയാണ്: ദൈവം അവരെ ഉണ്ടാക്കി, സൃഷ്ടിച്ച് ഒന്നാം തരം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി. മനോഹരമായ ഒരു തോട്ടം, കെട്ടിടമെന്ന ആവശ്യമുണ്ടായിരുന്നില്ല. തുറസായ സ്ഥലത്ത് താമസിക്കാവുന്ന അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നങ്ങനെ പറ്റില്ല. കാരണം കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു, സകല സംവിധാനങ്ങൾക്ക് മാറ്റം വന്നു. അന്ന് മനുഷ്യൻ തുറസായ സ്ഥലത്ത് താമസിച്ചാൽ പനി ബാധിക്കുമായിരുന്നില്ല, രോഗം വരുമായിരുന്നില്ല, മഴയുണ്ടായിരുന്നില്ല. അത് വേറെ സംവിധാനമായിരുന്നു.
അപ്പം അങ്ങനെ ആ തോട്ടത്തിലാക്കിയിട്ട് അവരോട് പറഞ്ഞത് ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം, ഫലവൃക്ഷങ്ങളുടെ ഒരു തോട്ടമായിരുന്നു. ഒത്തിരി അധ്വാനിച്ച് കൃഷി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നല്ല നല്ല ഫലവൃക്ഷങ്ങളുടെ തോട്ടം. അവരോട് പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ തിന്നാം. ഉൽപ്പത്തി 2:16-17 ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. അങ്ങനെ ഒരു വൃക്ഷം ആ തോട്ടത്തിന് നടുവിൽ ഉണ്ടാക്കിയിരുന്നു. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അതിൻ്റെ ഫലം തിന്നരുത്. അടുത്ത വാക്ക്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം മനുഷ്യനോട് പറഞ്ഞു. നല്ല അനുഗ്രഹമുള്ള സ്ഥലം, ഇഷ്ടംപോലെ ഭക്ഷണം, സുഖകരമായ ജീവിതം. പക്ഷേ ഒരു നിയന്ത്രണം വെച്ചു, അത് ഈ ഒരു വൃക്ഷഫലം തിന്നരുത് എന്ന് മാത്രം. എന്ന് മാത്രമല്ല, കൂടെ പറഞ്ഞത് അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് കേട്ട മനുഷ്യൻ നിശ്ചയമായിട്ടത് വിശ്വസിച്ചു. എങ്കിലും മനുഷ്യനെ ചതിക്കുന്ന തിന്മയുടെ നായകനായ പിശാച്, ലോകത്തിൽ തിന്മ വരുത്തുന്ന അതിനൊരു ചുമതലക്കാരനുണ്ട്, അതിനൊരാധിപതിയുണ്ട്. മനുഷ്യൻ തനിയെ ചെയ്യുന്നതല്ല തിന്മ. തിന്മയ്ക്കൊരു പ്രേരക ശക്തിയുണ്ട്. അത് കേവലം ഒരു ശക്തിയല്ല, ഒരാള് അത് ചെയ്യുന്നതാണ്. ആ ആളിനെ വേദപുസ്തകം വിളിക്കുന്നത് പിശാച് എന്നാണ്. സാത്താൻ എന്ന് പറയും, മഹാസർപ്പം എന്ന് വിളിക്കും. ആദ്യം മനുഷ്യൻ്റെ അടുക്കൽ വന്നത് ഒരു പാമ്പായിട്ടാണ്. അങ്ങനെയും വേദപുസ്തകം വിളിച്ചിട്ടുണ്ട്. ഈ പാമ്പ് വന്ന് ഈ മനുഷ്യൻ്റെ ഭാര്യയോട് സംസാരിച്ചത് സ്ത്രീയോടാണ്. ആ സ്ത്രീയോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഒന്നും തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വാസ്തവമായി പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ പറഞ്ഞില്ല, അങ്ങനെയല്ല, ഇഷ്ടം പോലെ തിന്നാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാമ്പ് പറഞ്ഞത്, ഞാൻ നമ്മുടെ ഭാഷയ്ക്ക്, നാടൻ ഭാഷയ്ക്ക് അങ്ങ് പറയുകയാണ്, അത് ദൈവം നിങ്ങളെ പറ്റിച്ചതാണ്. ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെപ്പോലാകും എന്ന് ദൈവത്തിനറിയാം. നിങ്ങൾക്ക് അങ്ങനെ ഗുണം വരാതിരിക്കാൻ ദൈവം പറ്റിച്ച പണിയാണ് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ വിചാരിച്ചു ഉള്ളതായിരിക്കാം. അങ്ങനെ അങ്ങ് കൂടിപ്പോകാതിരിക്കാൻ, പൊങ്ങിപ്പോകാതിരിക്കാൻ ദൈവം പറ്റിച്ച പണിയാവാ. തന്നെയല്ല, അപ്പോഴാണിത് നോക്കുന്നത് ചൂന്. നേരത്തെ അതിലധികം ശ്രദ്ധിക്കില്ല, കാരണം അത് നിരോധിക്കപ്പെട്ടതാണ്. നോക്കിയപ്പോൾ ഈ പുസ്തകം പറയുന്നത് കാണാൻ ബാക്കി എല്ലാ ഫലങ്ങളെക്കാളും നല്ലതാണ്. ഒന്നെടുത്ത് കടിച്ചു നോക്കിയപ്പോൾ എന്തൊരു രുചി! അത്രയും രുചിയുള്ള വേറെ ഒരു ഫലം അതിനകത്തില്ല, അത്രയ്ക്ക് രുചിയുള്ളത്. അപ്പൊ തോന്നി, ഈ പറഞ്ഞതുപോലെ ജ്ഞാനം പ്രാപിപ്പാൻ ഇത് നല്ലതാണ്. തിന്നു. അതോടെ ദൈവം നൽകിയ ആ വിശേഷ അനുഗ്രഹങ്ങൾ അവന് നഷ്ടമായി, ഒറ്റയടിക്ക് നഷ്ടമായി. എന്തോ നഷ്ടമായി? സംഭവിച്ച കാര്യം, അതുവരെ മനുഷ്യന് വസ്ത്രം ധരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യന്റെ ശരീരം ഒരു തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടതായിരുന്നു. സൂര്യനെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എന്ത് കാണും? കുറെ രശ്മികളല്ലേ കാണുള്ളൂ, അല്ല സൂര്യനെ കാണാൻ പറ്റുമോ? എന്നതുപോലെ ഈ ശരീരത്തിലേക്ക് നോക്കിയാൽ ഇന്ന് നമുക്കുള്ള സ്ഥിതിയല്ല, നഗ്നത കാണുമായിരുന്നില്ല. ശോഭയാൽ മൂടപ്പെട്ടൊരു ശരീരമായിരുന്നു.
ഈ തെറ്റ് ചെയ്ത സെക്കൻഡിൽ ആ ശോഭ ഇറങ്ങിപ്പോയിട്ട് നമ്മളെപ്പോലെ നഗ്നരായി തീർന്നു. ജനിക്കുമ്പോൾ നഗ്നരല്ലേ? നഗ്നരായി തീർന്നു. നാണം തോന്നി. അന്നു തൊട്ട് വസ്ത്രം ധരിക്കേണ്ടി വന്നു. അതുമാത്രമല്ല, ആ കൊടുത്തിരുന്ന നല്ല തോട്ടം, സുഖമായി ജീവിക്കാനുള്ള തോട്ടം, ദൈവം പറഞ്ഞു, ഇറങ്ങു പുറത്ത്, ഇതെൻ്റെ തോട്ടം, ഇത് ഞാൻ വന്ന് സന്ധിക്കുന്ന സ്ഥലം, ഇതെൻ്റെ വിശുദ്ധ സ്ഥലം, ഇതിനകത്ത് ഇനി മേലാൽ നിനക്ക് താമസിക്കാൻ പറ്റില്ല, ഗെറ്റ് ഔട്ട്. പുറത്താക്കി. എന്ന് മാത്രമല്ല, തിരിച്ച് വന്നു പോകരുത്, വന്നാൽ നിന്നെ കൊന്നുകളയും. ഖെറൂബുകളെ, ദൂതന്മാരെ വാളുമായി കാവൽ നിർത്തി. അങ്ങനെ അന്ന് തോട്ടത്തിൽ നിന്നിറങ്ങി. അതോടെ എല്ലാ ശാപവും അവരുടെ മേൽ വന്നു. കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ അവനെ പുറത്താക്കി. സുഖമായ ജീവിതം മേലാൽ നിർത്തലാക്കി. സ്ത്രീക്ക് പ്രസവത്തിന് വേദനയും കഷ്ടപ്പാടും അതോടെ വന്നു. അധികം മക്കളെ പ്രസവിക്കുന്ന കഷ്ടവും ഗർഭധാരണവും ഏറ്റവും അധികം വർദ്ധിപ്പിക്കും എന്ന് ദൈവം പറഞ്ഞു. എല്ലാറ്റിനുപരി അന്ന് അവരോട് പറഞ്ഞിരുന്നത് പോലെ ഒരു മരണം സംഭവിച്ചു. അവരോട് പറഞ്ഞ, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ ശരീരത്തിൽ അന്നവർ മരിച്ചില്ല. അന്നവരെ കൊണ്ടുപോയി കുഴിച്ചിടേണ്ടി വന്നില്ല. പിന്നെന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അന്ന് ദൈവം പറഞ്ഞത് തന്നെ സംഭവിച്ചു. പക്ഷെ സംഭവിച്ച അർത്ഥം എന്താണ് എന്നാണ് ഞാനന്ന് പറയാൻ തുനിയുന്നത്. മരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ മരണം എന്ന് പറയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ കൂടെ താമസിച്ചിരുന്ന ഒരാൾ, ആ ആളിൻ്റെ അകത്തുനിന്ന് ആളങ്ങ് പോവും. ഒന്നുകൂടെ പറയാണ്, അകത്തുനിന്ന് ആളങ്ങ് പോവും. പിന്നെ കാണുന്നത് ശരീരമാണ്. ആ ശരീരത്തെ നിങ്ങൾ ആളെന്ന് വിളിക്കില്ല. ശവം എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്നേ ചോദിക്കത്തുള്ളൂ. ഉടനെ വാക്ക് മാറി. പിന്നത് ആളല്ല, പിന്നത് ശവമാണ്. ആളായിരുന്നു, ആളകത്തുണ്ടായിരുന്നു, ആ ആളങ്ങ് പോയി. അതോടെ പിന്നെ നമുക്ക് കൂടെ വെച്ചേക്കാൻ പറ്റില്ല, അടക്കണം. പിന്നെ ഇന്നത്തെ സംവിധാനത്തിൽ ശീതീകരണ സമ്പ്രദായങ്ങളില്ലാതെ മോർച്ചറി വെച്ചില്ല എങ്കിൽ 24 മണിക്കൂറിനകം അടക്കണം, ഇല്ലെങ്കിൽ നാറും. നമുക്ക് വീടുകളിൽ ആളുകൾ മരിച്ചില്ലേ? എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ ഒരു സഹോദരി മരിച്ചു, എൻ്റെ അളിയന്മാർ ചിലർ മരിച്ചു. എല്ലാവരെയും കൊണ്ടുപോയി അടക്കി. ആരെയും വെച്ചേക്കാൻ പറ്റില്ല. അതോടെ നമ്മളിൽ നിന്ന് അവരകന്നു. അകന്നു എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ പറയുന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലിപ്പോൾ ഏറ്റവും അടുത്ത ആള് മരിച്ചാൽ നമ്മളത് ആദ്യം വിളിച്ച് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളോടായിരിക്കും. മരിക്കുമ്പോൾ ഇപ്പം അമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പറയുമ്പോൾ ഈ സ്വന്തം അടുത്ത ആളിനോട് ആദ്യം പറയുമ്പോൾ അമ്മ മരിച്ചു എന്നാണോ പറയുന്നത്? അല്ലല്ലോ, അമ്മ പോയി എന്നല്ലേ പറയുന്നത്. അതൊക്കെ കുറെ പറഞ്ഞു കഴിഞ്ഞല്ലേ പിന്നെ അമ്മ മരിച്ചു എന്ന് പറയുള്ളൂ. അമ്മ പോയി, ശരിയാണ്, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ പോയി. എങ്ങോട്ടോ പോയി? അമ്മ ഇപ്പം ആ ശരീരത്തിലില്ല, ശരീരം അവിടെ കിടപ്പുണ്ട്, പക്ഷെ അത് അമ്മയല്ല. നമ്മൾ അമ്മയെന്നൊക്കെ പറഞ്ഞൊന്ന് കരയുമെന്നുള്ളേ ഉള്ളൂ. അമ്മ പോയി എന്ന് നമുക്കറിയാം.
ആ പോകുന്ന പോക്കാണ്, അതാണ് മരണമെന്ന് പറയുന്നത്. പോവുകയാണ്, അകന്നു പോവുകയാണ്, നമ്മിൽ നിന്ന് അകന്നു പോകുകയാണ്. ഈ ആളിൽ നിന്ന് തന്നെ ആളങ്ങ് പോവുകയാണ്. എന്താണ് ആദമിനും ഹവ്വയ്ക്കും സംഭവിച്ചത്? സംഭവിച്ച കാര്യം, ഒന്നാമത്തെ കാര്യം സംഭവിച്ചത്, ദൈവം പറഞ്ഞു മേലാൽ എൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങിക്കണം. ആ അടുപ്പം മേലാൽ ഇല്ല, ഗെറ്റ് ഔട്ട്. അടുപ്പമില്ലെന്ന് മാത്രമല്ല, പരിസരത്ത് വന്നു പോകരുത്, പുറത്തു പൊയ്ക്കോണം. അവരുടെ ഏറ്റവും വലിയ നന്മ ദൈവത്തോടുള്ള അടുപ്പമായിരുന്നു. അവർ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം മഹത്വം പോലെ മഹത്വത്തിൽ ഉണ്ടാക്കപ്പെട്ടവർക്ക് ആ മഹത്വം ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ആ തേജസ് അവരിൽ നിന്ന് പോയി. ദൈവത്തിന്റെ തോട്ടത്തിൽ അവരെ പുറത്താക്കി. ശരിക്കും സംഭവിച്ചത് ആ അകൽച്ചയാണ് അവരുടെ ഏറ്റവും വലിയ നഷ്ടം. അതിന് പറയുന്ന പേരാണ് മരണം. എന്ത് മരണം? ദൈവത്തോടുള്ള അകൽച്ചയ്ക്ക് പറയുന്ന പേരാണ് മരണം. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ അനുവാദമില്ലാത്ത സ്ഥിതിക്ക് പറയുന്ന പേരാണ് മരണം. ദൈവ സാന്നിധ്യത്തോട് അടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് പറയുന്ന പേരാണ് മരണം. അതിനെ ആത്മീക മരണം എന്ന് പറയും. എങ്കിലും സംഭവിച്ചത് അതല്ലേ? ഇത് തനിക്ക് മാത്രമാണോ സംഭവിച്ചത്? മുഴു ലോകം മനുഷ്യരെയും നോക്കൂ. ലോകം മനുഷ്യരെവിടെയും നോക്കിയാൽ എനിക്ക് ദൈവത്തിന്റെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന ബോധ്യത്തിലാണോ മനുഷ്യൻ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ചെല്ലാൻ അത്ര അടുത്ത് എല്ലാം പറ്റില്ല എന്ന ബോധമല്ലേ ലോകത്തിൽ വ്യാപകമായി കാണുന്നത്? അതിനല്ലേ മതങ്ങൾ പുരോഹിതന്മാരെ വച്ചിരിക്കുന്നത്? ഈവൻ ക്രിസ്തീയ മതത്തിലും ദൈവത്തിലേക്ക് നേരിട്ട് ചെല്ലാൻ പറ്റില്ല എന്ന ചിന്തയല്ലേ വ്യാപകമായിട്ടുള്ളത്? അതുകൊണ്ട് പുരോഹിതന്റെ അടുക്കൽ പോയി കാര്യം പറയുന്നു. കേവലം പുരോഹിതൻ മാത്രമല്ല, ക്രിസ്തീയ മതത്തിലും മരിച്ചുപോയ വിശുദ്ധന്മാർ എന്ന് കരുതുന്നവരൊക്കെ ചെന്ന് കാര്യം പറയണം, അവര് ദൈവത്തോട് പറയും എന്ന ചിന്തയല്ലേ ക്രിസ്തീയ ലോകത്തിലെ വ്യാപകമായ വലിയൊരു വിഭാഗത്തിനുള്ളത്? അല്ല, യേശുവിൻ്റെ അമ്മയായ മറിയയുടെ ചെന്ന് പറയാം, എന്നാലും യേശുവിൻ്റെ അരികെ പോകാൻ പറ്റില്ല എന്ന ചിന്തയല്ലേ വ്യാപകമായി ക്രിസ്ത്യാനിത്വത്തിനുള്ളത്? എന്താണ് കാരണം? ഈ തിന്മ തന്നെ, അതൊരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ ചെല്ലാൻ പറ്റില്ല എന്ന ബോധം. മറ്റവർ കൊണ്ടുപോകാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എങ്കിലും ദൈവത്തിൻ്റെ ചെല്ലാൻ പറ്റില്ല എന്ന ബോധം. ഇതര മതങ്ങളിലും നോക്കൂ, ദൈവത്തെ കാണാൻ ഒന്ന് പോകുന്നു, ഒരു നോക്ക് കാണുന്നു, തിരിച്ചു പോകുന്നു എന്നല്ലാതെ ദൈവത്തിൻ്റെ കൂടെ അവിടെ താമസിക്കാമെന്നൊരു ചിന്തയുണ്ടോ? ഇല്ലല്ലോ. പോയി കണ്ടു, പെട്ടെന്ന് കണ്ടു, പോയി. ഇതിനല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ, നിത്യം ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ, രാവും പകലും ദൈവത്തിൻ്റെ കൂടെ താമസിക്കാൻ. വല്ലപ്പോഴും ചെന്ന് ഒന്ന് കാണാനോ ആരെങ്കിലും വഴിക്ക് ഒന്ന് സമീപിക്കാനോ അല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. ഇന്നത്തെ ഈ സ്ഥിതിയുടെ പേര് എഫെസ്യ ലേഖനം പറയും, 2-ാം അധ്യായം, അതിൻ്റെ 1ഉം 2ഉം വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കൂ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1ഉം 2ഉം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ. നോക്കൂ, അതിക്രമങ്ങളാലും പാപങ്ങളാലും
മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. റൈറ്റ്, മതി. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും, അതിക്രമം എന്ന് വെച്ചാൽ നിയമം ലംഘിച്ചു പോകുന്നതിനെ, അതിക്രമിച്ച് കിടക്കുന്നത് കണ്ടില്ലേ, പരിധി വിട്ടു പോകുന്നതിനെയല്ലേ അതിക്രമം എന്ന് പറയുന്നത്. അങ്ങനെ തെറ്റുകൾ ചെയ്ത് പാപങ്ങളാൽ വാസ്തവത്തിൽ സംഭവിച്ചത് നമ്മെ കൊന്നു. എന്തു കൊന്നു? ദൈവത്തോടുള്ള അടുപ്പത്തെ കൊന്നു. ദൈവത്തോടുള്ള അടുപ്പം മാത്രമല്ല, ആ വലിയ ആത്മീക താല്പര്യം മനുഷ്യനിൽ ഇല്ലാതാവുന്നു. അവരുടെ ആഗ്രഹങ്ങൾ ലോകത്തോടാണ്, തിന്മയോടാണ്, അശുദ്ധിയോടാണ്, പാപത്തോടാണ്, ലൈംഗികതയോടെയാണ്, ജഡിക മോഹങ്ങളോടാണ്, മദ്യപാനത്തോടാണ്. അങ്ങനെ ലോകത്തിലെ നന്മ വരുത്താത്ത തിന്മയുടെ കാര്യങ്ങളുള്ള അടുപ്പം, ദൈവത്തോടുള്ള അടുപ്പം നഷ്ടപ്പെടുത്തി ദൈവസാന്നിധ്യത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന ചിന്ത ഈ മനുഷ്യനിൽ വരുത്തി മനുഷ്യനെ കൊന്നിട്ടിരിക്കുന്നു. ഇത് ലോകവ്യാപകമായ ഒരു സ്ഥിതിയാണ്. ഈ സ്ഥിതിക്ക് പരിഹാരം വരുത്തിയത് ദൈവപുത്രനായ യേശുവിൻ്റെ ക്രൂശിലെ മരണമാണ്. സത്യമാണ്. ദൈവം പറഞ്ഞു അടുക്കരുത്. ദൈവത്തോട് അടുക്കാനുള്ള യോഗ്യതയില്ല. എന്താണ് ഈ യോഗ്യത? വിശുദ്ധി. ദൈവം പരിശുദ്ധൻ. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനമാണത്. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദം അറിയാമോ? യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതാണ് സ്വർഗത്തിലെ പാട്ട്. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും മുഖ്യ ഭാഗം അതാണ്. ദൈവം പരിശുദ്ധൻ. ആ പരിശുദ്ധന്റെ അടുക്കൽ ചെല്ലാൻ ഒരാൾക്കും യോഗ്യതയില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല എന്ന് ദൈവം പ്രഖ്യാപിച്ച ഇടത്ത്, ഒരുത്തരും കയറിപ്പോകരുതെന്ന് പറഞ്ഞ ഇടത്ത് ദേ വരുന്നു ഒരുവൻ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ, പാപമില്ലാത്ത പരിശുദ്ധൻ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവൻ, മുഴുവൻ ലോകവും ചെയ്ത തെറ്റിന് പരിഹാരം വരുത്തുവാൻ, അവരുടെ പാപത്തിന് വരേണ്ടിയിരുന്ന ന്യായമായ ശിക്ഷ മരണമാണ്. മരണം എന്ന് പറയുന്നത് കൊല്ലാൻ വിധിച്ചു എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷയല്ലേ മരണം എന്ന് പറയുന്നത്? ക്യാപിറ്റൽ പണിഷ്മെന്റ്, പരമാവധി ശിക്ഷ. അതാണ് പാപത്തിൻ്റെ ശിക്ഷ. പാപം ലളിതമായി കരുതരുത്, തെറ്റ് നിസ്സാരമായി കരുതരുത്. തെറ്റ് ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളെ ഉണ്ടാക്കിയത്, എന്നെ ഉണ്ടാക്കിയത് നന്മയും തിന്മയും തിരിച്ചറിയാവുന്നവരായിട്ടല്ലേ. തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന ബോധ്യം ആ സെക്കൻഡിൽ അന്തരംഗത്തിൽ വരുന്നില്ലേ? ഇങ്ങനെയല്ലേ എല്ലാവരെയും ഉണ്ടാക്കിയത്? അതിൻ്റെ അർത്ഥം ശരി ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, ശരി ചെയ്യാൻ മനുഷ്യന് അറിയാം. പക്ഷെ ശരി ചെയ്യാൻ പറ്റാത്ത ഒരു തിന്മയുടെ ശക്തി ഇതിനകത്ത് കുടികൊണ്ട് ഇതിനെ ബലഹീനമാക്കി, ഇതിനെ നിർവീര്യമാക്കി, ഇതിനെ കൊന്നിട്ടിടത്ത് ഇതിന് പരിഹാരം വരുത്താൻ ഈ തെറ്റിന് പ്രായശ്ചിത്തം വരുത്തണം. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ മലയാള വാക്കിൻ്റെ അർത്ഥം അറിയില്ലേ? അതിന് പരിഹാരം വരുത്തണം. എന്താണ് അതിന് പരിഹാരം? പാപത്തിൻ്റെ ശമ്പളം മരണം. എല്ലാവരുടെ മേലും മരണം. കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നത് കൊണ്ട് നമുക്ക് പകരം ആ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരുവൻ വന്നു. ഭൂമിയിൽ വേറൊരാൾക്കത് കഴിയില്ല. കാരണം അവരെല്ലാവരും പാപികൾ, പാപമില്ലാത്ത ഒറ്റ ഒരുത്തൻ. വേറൊരാളുടെ പാപമെടുക്കാൻ നമുക്ക് കഴിവില്ല, അതിൻ്റെ ശിക്ഷയെടുക്കാൻ നമുക്ക് കഴിവില്ല. എന്നാൽ സർവശക്തിയുള്ള ദൈവം, സകല ലോകത്തിൻ്റെയും പാപമെടുക്കാൻ കഴിവുള്ളവൻ, അതിപരിശുദ്ധൻ, ഭൂമിയിലേക്ക് വന്ന് അവിടുത്തെ മരണം ഈ പ്രായശ്ചിത്ത മരണമായിരുന്നു. ആളുകൾ പൊതുലോകം ധരിക്കും, ഇത്ര വലിയ ആളിനെ അന്നത്തെ രോഗം പിടിച്ചു കൊന്നു, സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ശരിയാണ്, സഹായിക്കാൻ ആരുമില്ലായിരുന്നു.
അവിടുത്തെ ശിഷ്യന്മാർ സഹായിക്കാൻ കൂടിയില്ല. അന്നത്തെ നല്ല മനുഷ്യരാരും സഹായത്തിനെത്തിയില്ല. ഈവൻ ദൈവം ആ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ഇറങ്ങി വന്നില്ല. അവിടുന്ന് നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിനു മുമ്പ് പറഞ്ഞു, കഴിയുമെങ്കിൽ എൻ്റെ ഈ കഷ്ടാനുഭവം, ഈ മരണമെന്ന പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു നേരമുണ്ട്. കാരണം ലോകത്തിൻ്റെ പാപം അത്രയ്ക്ക് ഭയങ്കരമായി വേദനയോട് അവിടുത്തെ മേൽ വന്നു. സർവശക്തിയുള്ളവനെങ്കിലും വേദനയോട് അവിടുത്തെ മേൽ വന്നു. എങ്കിലും അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമത്രേ. ആ മരിച്ച മരണം കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, തോറ്റു, യേശു തോറ്റു. അവൻ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ല. കണ്ടില്ല, ദൈവം പോലും തള്ളിക്കളഞ്ഞില്ലേ, സഹായിക്കാൻ ഒരാളും ഇല്ലാതായില്ലേ എന്ന് ലോകം മുഴുവനും പറഞ്ഞു. കണ്ട നാട്ടുകാർ പറഞ്ഞു, മതാധ്യക്ഷന്മാർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്ത് അത് പരാജയമാണെന്ന് ലോകം പറഞ്ഞു. പക്ഷേ അത് പരാജയമായിരുന്നില്ല. എന്താണത് പരാജയമല്ലാത്തതിൻ്റെ കാരണം? ഇവിടെ പറയുന്നത് പോലെ ഈ പാപം കൊണ്ടുവന്ന ഒരുത്തനുണ്ട്, ഈ മരണം കൊണ്ടുവന്ന ഒരുത്തനുണ്ട്. അതിൻ്റെ പേര് പിശാചെന്നാണ്, സാത്താൻ എന്നാണ്. ഈ ക്രൂശിൽ സംഭവിച്ച കാര്യം, ഈ മരണം കൊണ്ടുവന്ന മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ, എബ്രായ ലേഖനത്തിലെ വാക്യം, തൻ്റെ മരണത്താൽ നീക്കി. തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിശാചില്ലെന്നാണോ എൻ്റെ അർത്ഥം? അല്ല, പിശാചുണ്ട്. എന്താണ് പിന്നെ മരണത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം? വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയെന്ന് പറഞ്ഞാൽ ഇയാളുടെ ചരക്കായിരുന്നു മരണം. ഇയാൾ സ്വന്തമായി വെച്ചിരുന്നതാണ്, അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നിരുന്നതാണ്. പക്ഷേ ആ ഉദ്യോഗത്തിൽ നിന്ന് അവനെ നീക്കി, ആ അധികാരത്തിൽ നിന്ന് അവനെ നീക്കി, അവനെ മരണത്തിൻ്റെ അധികാരി എന്ന സ്ഥാനത്ത് നിന്ന് നീക്കി. മരണത്തിൻ്റെ താക്കോൽ യേശു ഈ പിശാചിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത്, ഇനി ഒരുവനെയും നിനക്ക് നിന്റെ ഇഷ്ടത്തിന് കൊല്ലാൻ പറ്റില്ല, കുഴിച്ചിടാൻ പറ്റില്ല, പാതാളം നിന്റെ വകയല്ല. നീ ഇത് മനുഷ്യനെ ഒതുക്കി വെക്കുന്ന സ്ഥലമാണെങ്കിൽ ഇതിനകത്ത് നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ അധികാരത്തോടുകൂടെ മൂന്നാമത്തെ ദിവസം മരിച്ചവരെന്ന് പുറത്തു വന്നു. ആദ്യത്തെ ദിവസം തിരിച്ചറിഞ്ഞില്ല. മൂന്നാം ദിവസം നേരം പുലരുമ്പോൾ ഒരു സംഭവം ജീസസ് പ്രബദല ഹതിനികെ. എന്താണ് ആ സംഭവം? ഒരു ഭൂകമ്പം ഉണ്ടായി. യേശുവിൻ്റെ കല്ലറ, യേശുവിൻ്റെ ശരീരത്തെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ പട്ടാളക്കാർ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂകമ്പമുണ്ടായി, കല്ലറ തുറന്നു. ശരിക്കും ഒരു വചനം പറയുന്ന ഒരു ദൂതൻ വന്ന് കല്ലുരുട്ടി നീക്കി, അതിന് മുകളിൽ ഇരുന്നിരുന്നു. യേശുവിനെ മരണത്തിൽ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. യേശു ഈ മരണം നമുക്ക് പകരം ഏറ്റെടുത്ത മരണമാണ്. മൂന്നാം ദിവസം പിശാചിൻ്റെ തലയ്ക്ക് അടിയേറ്റതായി പിശാചിന് ബോധ്യമായി. ആദ്യത്തെ ദിവസങ്ങൾ ജയം ആഘോഷിച്ചു, വലിയ വലിയ ആഘോഷം നാട് മുഴുവൻ നടത്തി. എൻ്റെ ഭാഷയ്ക്ക് പറയുകയാണ്, തലയ്ക്ക് അടിയേറ്റാൽ മരവിപ്പുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴേ വേദന അറിയത്തുള്ളൂ. മൂന്നാം ദിവസം സംഭവിച്ചത് മരവിപ്പ് മാറി. മൂന്നാം ദിവസം തിരിച്ചറിഞ്ഞു, തലയ്ക്കടിയേറ്റ് ആധിപത്യം തകർന്ന് അവൻ്റെ പക്കൽ നിന്ന് പോയി
അതുവരെ ആളുകളെ കല്ലറയിൽ ഒതുക്കി വെച്ചവൻ 3-ാം ദിവസം ഒരുത്തൻ ആദ്യമായി മരണത്തിൽ നിന്ന് പുറത്തു വരുന്നു. അതിനെ പിടിച്ചു വെക്കാൻ കഴിയാതെ വണ്ണം ജയിച്ച്, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് വിളിച്ചു ചോദിച്ച് യേശു പുറത്തു വന്നപ്പോൾ ജീസസ് ഈ മരണത്തിന്റെ മേൽ അധികാരം ഏറ്റെടുത്തു. മേലാൽ മരണത്തിന്റെ അധികാരി പിശാചല്ല. ഇഷ്ടമുള്ളപ്പോ യേശു മരിച്ചവന്റെ കല്ലറ തുറക്കും. ഇഷ്ടമുള്ളപ്പോ എപ്പോ തുറക്കണമെന്ന് തോന്നിയാലും തുറക്കും, അതിന് അധികാരമുണ്ട്. പക്ഷെ ഒരു ദിവസം നിർണയിച്ചിരിക്കുന്നു. മുഴുവൻ അഖിലാണ്ടത്തിലെ സകലരുടെയും കല്ലറകൾ തുറക്കാൻ നിയമിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. ഒറ്റ കല്ലറ പോലും അടഞ്ഞു കിടക്കില്ല. ഘട്ടം ഘട്ടമായി കല്ലറകൾ തുറക്കുന്ന ഒരു ദിവസം. ഒരു സെക്കൻഡ് കൊണ്ട് മണ്ണിൽ വിശ്രമിക്കുന്നവർ, ലയിച്ചു ചേർന്നവർ എഴുന്നേറ്റ് വരുന്നൊരു ദിവസമുണ്ട്. ജീസസ് ഇവിടെ സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ മരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തോടുള്ള അകൽച്ചയായിരുന്നു. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ പകരം ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് അവിടെ ചൊരിഞ്ഞ രക്തം മനുഷ്യരുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. എത്ര വലിയ പാപമാണെങ്കിലും, ഘോര പാപമാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് ശുദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല, ഒരു പാപിയുമില്ല. ആർക്ക് കിട്ടും? മുഴു ലോകത്തിനും വേണ്ടിയാണിത്. പക്ഷേ മുഴു ലോകത്തിനും വേണ്ടിയാണെങ്കിലും എനിക്ക് വേണ്ടിയാണെന്ന് അവനവൻ വിശ്വസിക്കണം, സമ്മതിക്കണം, ഏറ്റുപറയണം. എന്ന് മാത്രമല്ല, ഈ പാപം വേണ്ടാന്ന് തീരുമാനിക്കണം. പിന്നെയും പിന്നെയും പാപത്തിൽ ജീവിക്കാനുള്ളവർക്കല്ലിത്. പാപം കൊണ്ട് എന്ത് നേട്ടം? തിന്മ കൊണ്ട് എന്ത് നേട്ടം? ഒന്ന് പറയാവോ? അഖിലാണ്ടത്തിൽ ഏതെങ്കിലും മനുഷ്യൻ തിന്മ കൊണ്ട് നേടിയിട്ടുണ്ടോ? കുറെ കാശുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, അന്യായമായ മാർഗത്തിൽ കൂടെ കാശുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. കാശിനെന്തപ്പാ ഇത്ര മൂല്യം? ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കാശ് വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറം കാശ് കൊണ്ട് നിങ്ങളെന്താ സാധിക്കുന്നത്? നിങ്ങൾ കുറെ വലിയ വീട് വെച്ചാൽ, നല്ല വീട് വേണമെന്നുള്ളത് ഞാനും സമ്മതിക്കുന്നു, വലിയ വീട് വെച്ചാൽ അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് സുഖം ഉണ്ടാവുന്നത്? ഒരു നല്ല പോലെ തിന്നാം. പക്ഷെ ഇന്നത്തെ കാലത്ത് കാശുള്ളവന് തിന്നാൻ മേലാത്ത പ്രശ്നമല്ലേ, രോഗമല്ലേ? ചാവുമ്പോഴേ ആരെങ്കിലും വല്ലതും തന്നു വിടുവോ? നിങ്ങളുണ്ടാക്കിയ കാശ് വല്ലതും തന്നു വിടുവോ? എന്ത് നിങ്ങളുടെ കൂടെ വരും? ആഡംബരമായി ജീവിച്ച് എപ്പോഴും നല്ല ആഡംബര ഭ്രമത്തിൽ തന്നെ ജീവിച്ച ആൾ നിന്നിരിക്കട്ടെ, നല്ല പോലെ അണിഞ്ഞൊരുങ്ങി ആഭരണമൊക്കെ ഇട്ട് ഇങ്ങനെ ജീവിച്ച ആൾ ചാവുമ്പോൾ ആഭരണം കൂടെ ഉണ്ട് ചേർത്തൊന്ന് കുഴിച്ചിടുവോ? ഇല്ലല്ലോ, അതും എടുത്തു കളയല്ലോ. നിങ്ങൾക്ക് വലിയ ബാങ്ക് നിക്ഷേപമുണ്ട്, പക്ഷെ അത് വരുമോ കൂടെ? വീട് വരുമോ? നിങ്ങളുടെ പറമ്പ് വരുമോ? എന്തെങ്കിലും വരുമോ? വെറും കയ്യോടെ വന്നു, വെറും കയ്യോടെ പോകേണ്ട ഭൂമിയിൽ അല്ല. തിന്മയ്ക്ക് ശിക്ഷയുണ്ടെന്നറിയില്ലേ? ആർക്കാണ് അറിയാൻ മേലാത്ത തിന്മയ്ക്ക് ശിക്ഷയുണ്ടെന്ന്? വലിയ തെറ്റുകാരൻ പോലീസിന്റെ പിടിയിൽ അകപ്പെടാതെയോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ രക്ഷപ്പെടുന്ന ഒരു സംവിധാനം ഭൂമിയിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അന്തരംഗത്തിൽ അറിയാമല്ലോ തെറ്റിന് ശിക്ഷയുണ്ടെന്ന്. അറിയാൻ മേലാത്ത മനുഷ്യരുമല്ലോ ഭൂമിയിലുണ്ടോ? കൊച്ചു കുഞ്ഞിനറിയാമല്ലോ തെറ്റിന് ശിക്ഷയുണ്ടെന്ന്. അറിയാൻ മേലാത്ത ആരുമില്ലല്ലോ.
ഉണ്ടെന്നേ. എല്ലാ തെറ്റിനും ശിക്ഷയുണ്ട്. എന്നാൽ അതിനെ പരിഹരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം, ഒറ്റ ഒന്ന് മാത്രം, ലോകത്തിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്നു. ഞാൻ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി സകല മനുഷ്യരെയും ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ ആ തകർച്ച മാറ്റുവാൻ കഴിവുള്ള ആ രക്തം അത് ഈ ജീവിതത്തിൽ തളിച്ചാൽ സംഭവിക്കുന്ന കാര്യം, ഇതിനകം മൊത്തം അങ്ങ് കഴുകും. ഈ ഹൃദയത്തെ അങ്ങ് കഴുകും, ഈ മനസ്സിനെ അങ്ങ് കഴുകും. ആ അശുദ്ധി മൊത്തം മാറ്റിക്കളയുന്നേക്ക് ഇഷ്ടമുള്ള തിന്മയില്ലേ, അത് ഇതിനകത്തുനിന്ന് എടുത്തു കളയും. ഇതിനെ മുഴുവൻ വെടിപ്പാക്കും. അങ്ങനെ അതിന് പറയുന്ന പേരാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. മരണത്തിന് പരിഹാരം എന്താണ്? ജീവൻ കൊടുക്കുക എന്നുള്ളതാണ് മരണത്തിന് പരിഹാരം. അല്ലാതെ മരണത്തിന് വേറെ പരിഹാരമില്ല. അങ്ങനെ യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് അടുത്തു വന്ന സംഘം ഇതിനകത്ത് ധാരാളം ഇരിപ്പില്ലേ? ദൈവത്തോടുള്ള അകലം മാറിപ്പോയി എന്നറിയില്ലേ? പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആത്മാവിൽ പ്രേരണയില്ലേ? അടുപ്പത്തോന്നുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കുന്നു എന്ന് ബോധ്യമുള്ള ആളുകൾ ഇതിനകത്തിരിപ്പുണ്ടോ? ഇതിനകത്ത് എപ്പോഴും ദൈവസാന്നിധ്യം ഇറങ്ങി വസിക്കുന്നു എന്ന് ബോധ്യമുള്ളവർ. അങ്ങനെ സംഭവമുണ്ട്. ഈ ശരീരം മൊത്തം തിരിച്ചറിയത്തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് താമസിക്കും. അതിൻ്റെ പേരാണ് ഉയർപ്പിച്ചു. ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള കഴിവിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തോട് അടുക്കുവാനുള്ള കഴിവിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് മനുഷ്യന് പാപം കൊണ്ടുവന്ന ഒന്നാമത്തെ പ്രശ്നമായ ദൈവത്തോടുള്ള അകൽച്ച നീക്കിക്കളഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം, ആദാം പിന്നെ മരിച്ചു, ഹവ്വ മരിച്ചു. ഭൂമിയിൽ എല്ലാവരും മരിക്കുന്നു, ശരീരത്തിൽ മരിക്കുന്നു. അത് പാപത്തിൻ്റെ ഫലമായി വന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒറിജിനലി മനുഷ്യൻ മരിക്കാൻ വേണ്ടി അല്ല ഉണ്ടാക്കിയത്, മനുഷ്യൻ നിത്യം ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ പാപം നിമിത്തം ശരീരത്തിൽ മരിക്കുന്നു. ഇന്നും ഞാൻ ഒരു അടക്കം നടത്തിയിട്ടായിരുന്നു. പാസ്റ്റർ ജോസും എന്നോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ വേറെ അടക്കം നടത്താൻ അവിടെ വന്നിട്ട് പോയിരിക്കുകയാണ്. ദിവസം എത്ര മരണങ്ങൾ നടക്കുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ മരണം നടന്നില്ലേ? മരണം ഒരു സത്യം, മരണം ഒരു യാഥാർത്ഥ്യം. ചില മരണങ്ങൾ നമുക്ക് അശേഷം ഇഷ്ടപ്പെടാത്ത മരണങ്ങൾ. കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നവർ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് പോകുന്ന ഒരു സ്ഥിതി. ജീസസ് കുടുംബത്തിൻ്റെ സ്വത്ത് മുഴുവൻ കവർന്നു കളയുന്ന രോഗവുമായി വന്ന് ഉള്ളത് മുഴുവൻ നശിപ്പിച്ചിട്ട് അനാഥരാക്കുന്ന ഈ മരണം, അതിൻ്റെ ബാധ ഭീകരമായ ആ കാര്യം. അത് താണ്ഡവ നൃത്തമാടി ലോകം മുഴുവൻ വാഴുമ്പോൾ ഒരുത്തൻ, ഒറ്റ ഒരുത്തൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അവിടുന്ന് ഉയർക്കാതിരിക്കാൻ ചെയ്യാവുന്നതെല്ലാം അന്നത്തെ സർക്കാർ ചെയ്തു, മതം ചെയ്തു. കല്ലറയിൽ വലിയ കല്ലുരുട്ടി വെച്ചു, പട്ടാളക്കാരെ കാവൽ നിർത്തി അവിടുന്ന് എഴുന്നേറ്റ് പോകാതിരിക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നു. അവിടുന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു പുറത്തു വന്നു. അതിനെ തടയാൻ അന്നത്തെ കൂടിയ ശക്തി റോമൻ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല, അതിൻ്റെ ഭരണാധികാരികൾ കഴിഞ്ഞില്ല. യഹൂദ മതം മുഴുവൻ ബലവും ഉപയോഗിച്ച് ഇതിനെ നിർത്തലാക്കാനും ഈ വാർത്ത നിർത്തലാക്കാനും ശ്രമിച്ചു. പക്ഷെ ലോകം മുഴുവൻ അറിഞ്ഞ ഒരു സത്യം, അറിഞ്ഞത് മാത്രമല്ല, ഈ അനുഭവത്തിലേക്ക് ജീവനിലേക്ക് വന്ന കോടി 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 മനുഷ്യർ ഇന്നും വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവിടുന്ന് കല്ലറയിൽ അടക്കപ്പെട്ട് അവസാനിച്ചവനല്ല, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിളിച്ചു പറയുന്ന ഒരു സത്യം. എന്നു മാത്രമല്ല, ഹല്ലേലൂയ,
ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുന്ന വാക്യം, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം 29-ാം വാക്യം, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരുവാനുള്ള നാഴിക വരുന്നു. മുഴു ലോകമേ, കാട്ടാക്കട ദേശമേ, തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മരിക്കുന്നത് വരെ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം. സുവിശേഷത്തെ എതിർക്കണമെങ്കിൽ എതിർക്കാം, തിന്മ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം. പക്ഷെ ഒരു ദിവസം മരിക്കും. മരിച്ച ശേഷം ഒരു ദിവസം മുഴു മനുഷ്യരെയും കല്ലറയിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ അധികാരമുള്ള ഒരുത്തനായി യേശു സ്വർഗത്തിലേക്ക് പോയിരിക്കും. ജീസസ് രൂപശന്തനസ്യ. ഒരു ദിവസം ഈ ആകാശമേഘത്തിൽ വെളിപ്പെടും, സത്യമായി വെളിപ്പെടും, കോടി കോടി ദൂതന്മാരുമായി വെളിപ്പെടും. അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഭക്തന്മാർ ഇവിടെ കയറി വരട്ടെ എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് മണ്ണിൽ ലയിച്ചു പോയവർ, നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ആയിരിക്കാം, വേറൊരു ശരീരം ധരിച്ച് ഈ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കും. വരുന്നു ഒരു ദിവസം കോടി കോടി മനുഷ്യർ ശക്തിയോടുകൂടെ തേജസ്സോടുകൂടെ ആകാശമണ്ഡലത്തിലേക്ക് പറന്നുയരുന്ന ഒരു ദിവസം. ആ ദിവസം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ശക്തി വെളിപ്പെടുന്ന ദിവസമാണ്. മരണം കീഴടങ്ങും. ഞാൻ വിളിച്ചു പറയുന്ന മരണം കീഴടങ്ങും. യേശു ചിലരുടെ കല്ലറ മാത്രമല്ല തുറക്കുന്നത്, പിന്നെയും വരും ഒരു ദിവസം. യേശുവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യർ, അല്ലാത്ത മനുഷ്യരുമുണ്ട്, ഇത് ഇഷ്ടമില്ലാത്ത മനുഷ്യരുമുണ്ട്. പക്ഷെ നിങ്ങളെയും തെരഞ്ഞു വിളിക്കുവാൻ ഒരു ദിവസം അവിടുത്തെ ശബ്ദമുണ്ടാവും. കല്ലറകളുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും എഴുന്നേറ്റ് വരുവാനുള്ള നാഴിക വരുന്നു. നാട്ടുകാരെ, സുവിശേഷത്തിൻ്റെ ഗൗരവം തിരിച്ചറിയണം. ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, മനുഷ്യൻ്റെ മതമല്ല, അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനവും അരുളപ്പാടുമാണ്. സകലരുടെ മേലും അധികാരമുള്ളവൻ. അറിയൂ, എല്ലാവരെയും മടക്കി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുന്ന ഒരു വാക്യം എങ്ങനെയാണ്? സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. യേശു സകലരെയും ഉയർപ്പിക്കും. ഉയർപ്പിച്ചാൽ യേശുവിൻ്റെ കൂടെ പോയി താമസിക്കാൻ പറ്റുമോ, അതോ വേറെ എവിടെങ്കിലും പോയി താമസിക്കേണ്ടി വരുമോ? ഇതാണ് ഗൗരവമായ ചോദ്യം. ആമേൻ. രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞതുപോലെ ശാരീരിക മരണമാണ്. അതിപ്പം നമ്മളെ എല്ലാവരെയും വേട്ടയാടും. പക്ഷെ ഒരു ദിവസം ഇതിനെ ജയിച്ച് ഭക്തന്മാരെല്ലാം മരണമില്ലാത്തൊരു ലോകത്തിലേക്ക്, അല്ല ബാക്കിയുള്ളവരും നിത്യമായൊരു ശരീരത്തോടെ എഴുന്നേറ്റ് വരും. അതിൻ്റെ അധികാരം കർത്താവായ യേശുക്രിസ്തുവിനാണ്, യേശുക്രിസ്തുവിന് മാത്രമാണ്. മൂന്നാമത്തെ കാര്യം, ഈ മരണം നിത്യമായ ഒരു മരണവുമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അതിനെയും വിളിക്കുന്നത് മരണമെന്നാണ്. ഞാനിപ്പോൾ ഉദ്ധരിച്ച വാക്യം, ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം ഞാൻ ഉദ്ധരിച്ചില്ലേ? അവസാനം പറയുന്നത് മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യമാണ് ഞാൻ പറയുന്നത്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. പിന്നെ മരണവും ഇല്ല, കല്ലറേ ഇല്ല. അതെല്ലാം നിർത്തലാക്കും. അതിനെ എല്ലാം കൂടെ കൊണ്ടിടുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് തീയുടെ പൊയ്ക.
ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് പറഞ്ഞാൽ അവസാനമായി ഒരു ദിവസം വരുന്നു. ആ ദിവസം സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇനി മേലാൽ ഇപ്പറയുന്ന ശാരീരിക മരണം ഉണ്ടാവില്ല. അതെല്ലാം നിർത്തലാക്കി എല്ലാവരെയും എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നാലും ഒരു കൂട്ടരുടെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാവും. അവർ ജീവിക്കും, പക്ഷെ വിളിക്കുന്ന പേര് മരണം എന്നാണ്. കാരണം അവിടെ അനുഭവിക്കുന്ന അനുഭവം, ഈ പുസ്തകം വിശദീകരിക്കേണ്ട ഒത്തിരി പറയാൻ എനിക്ക് നേരമില്ല. അതിൻ്റെ പേര് തീയുടെ പൊയ്ക എന്നാണ്. കളിയല്ല, അലങ്കാര ഭാഷയല്ല, സത്യമായ ഭാഷ. തീയുടെ പൊയ്കയുണ്ടെന്ന്. ഈ ഭൂമിയുടെ അന്തർഭാഗം തിളച്ചുമറിയുന്ന ഒരു സ്ഥിതിയാണ് ഇതിനകത്തെന്നറിയാവോ? ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാൻ കഴിവുള്ളവർ സെർച്ച് ചെയ്ത് നോക്കൂ. ഈ ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നമ്മൾ കാണുന്ന ഈ ഭൂമിയുടെ മുകൾ പരപ്പുണ്ടല്ലോ, എൻ്റെ നാടൻ ഭാഷയ്ക്ക് ആണെങ്കിൽ പറയാം, എല്ലാവർക്കും തിരിയുന്ന ഭാഷയ്ക്ക് അങ്ങ് പറയുകയാണ്, സയൻറ്റിഫിക് ഭാഷയൊന്നും ഉപയോഗിക്കാതെ. ഈ കല്ലും മണ്ണും എന്നൊക്കെ പറയുന്നത് പരമാവധി ഒരു 70 കിലോമീറ്റർ താഴോട്ടേ ഉള്ളൂ. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ കല്ലും മണ്ണൊക്കെ അല്ലേ, അത് പരമാവധി 70 കിലോമീറ്റർ താഴ്ചയിലേക്ക്. പരമാവധി എന്ന് ഞാൻ പറഞ്ഞു, എല്ലായിടത്തും ഇല്ല. ആഴ സമുദ്രത്തിൽ ചിലപ്പോൾ അത് 1 കിലോമീറ്ററേ കാണുള്ളൂ. അതിൻ്റെ താഴെ എന്താണെന്നറിയോ? ഒരു 2300 കിലോമീറ്റർ താഴോട്ട് പാറ ഉരുകി ഇരിക്കുന്ന സ്ഥിതിയാണ്. പാറയും ഉരുകുന്ന അങ്ങനെ ഒരു മണ്ഡലമാണത്. മുഴുവൻ അത് ഭാഗം മൊത്തം ഉരുകി കിടക്കുകയാണ്. പാറ ഉരുകണമെങ്കിൽ അതിൻ്റെ ചൂടൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഭൂമിയുടെ ശാസ്ത്രം പറയുന്നതാണ്, അല്ല ഞാൻ ഉപദേശി ഭാഷ പറയല്ല, ശാസ്ത്രം. അതിൻ്റെ താഴേക്ക് ഒരു 2900 കിലോമീറ്റർ താഴോട്ട് ഉരുകിയ ലോഹം ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്ന്. ഉരുകിയ ലോഹം, മെറ്റൽ, ലിക്വിഡ് മെറ്റൽ ഉരുകി ജീവിക്കുകയാണ്. അപ്പം അവിടുത്തെ ചൂടൊന്നും ചെയ്യുക, തടാകമാണെന്നത് മുഴുവൻ. ഞാൻ പറഞ്ഞത് ശാസ്ത്രമാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയി സെർച്ച് ചെയ്ത് നോക്കോളൂ. ഇതിനകത്ത് തടാകമുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാതാളത്തിൽ തടാകമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നത് മനുഷ്യരെ കളിപ്പിക്കാൻ പറയുന്നതല്ല, ഭീഷണിപ്പെടുത്താൻ പറയുന്നതല്ല. ഇത് മുഴുവൻ സത്യമാണ്. ഇത് ഉണ്ടാക്കിയവനാണ് പറഞ്ഞത്. ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിട്ട് പറയുന്നു, നരകമെന്ന് അവരതിനെ വിളിക്കില്ല, പാതാളമെന്ന് വിളിക്കില്ല. പക്ഷേ ദി ഇന്നർ പാർട്ട് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ അന്തർഭാഗം ഇങ്ങനെയാണെന്ന്. അവിടുന്ന് പുറത്തു വരില്ല. അവിടെ പോയിപ്പെട്ടാൽ പുറത്തു വരില്ല. പുറത്തു വരാനുള്ള മാർഗം മരിക്കുന്നതിന് മുമ്പാണ്. മരിച്ചു കഴിഞ്ഞ് പുറത്തു വരാൻ ഒരു മാർഗമില്ല. പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള വേറെ ഒരാളുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ പുറത്തു കൊണ്ടുവരും യേശു. മരിച്ചു കഴിഞ്ഞ ശേഷമല്ല യേശു പുറത്തു കൊണ്ടുവരുന്നത്. ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാദിവസം. കാരണം എന്തെന്നറിയാവോ? ഒന്നുകൂടെ പറയുന്നു, നിങ്ങളെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ളവരായിട്ടല്ലേ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കേണ്ടത് അവനവൻ്റെ ആവശ്യം. തിരഞ്ഞെടുത്തു ആ നന്മ. എന്താണ് ആ നന്മ? യേശുവിൻ്റെ രക്തത്താൽ പാപം കഴുകിക്കളഞ്ഞ് തിന്മ വിട്ടുതിരിഞ്ഞ് പാപം നീക്കാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ. ഒരു പഴയ പാട്ടുണ്ട്, പാപക്കറ നീക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം. എല്ലാം പൂർണ്ണതപ്പെടുത്താൻ എന്തിനു കഴിയും? യേശുവിൻ്റെ രക്തത്തിന് മാത്രം കഴിയും. ലോകത്തിൽ ശുദ്ധരായി തീർന്ന വലിയ ഒരു കൂട്ടം മനുഷ്യർ, പാപം വിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അതിൻ്റെ മുഴുവൻ ബലവും യേശുവിൻ്റെ രക്തത്തിലാണ്.
രാത്രി വിശ്വാസ സമൂഹത്തോടൊരു വാക്യം പറയട്ടെ. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മകൃപ കണ്ടെത്തിയ ശേഷം, രക്ഷിക്കപ്പെട്ട ശേഷം, സ്നാനപ്പെട്ട ശേഷം, ആത്മാവിനെ പ്രാപിച്ച ശേഷം ഈ ജഡത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചാൽ അത് നിങ്ങളെ കൊല്ലും. അതിൻ്റെ പേര് ആത്മീക മരണം. ഇത് കേവലം ചടങ്ങല്ല, ഇത് കേവലം സഭാംഗത്വമല്ല, ഇത് യേശുവിൻ്റെ കൂടെ ജീവിക്കുന്ന സജീവ ജീവിതമാണ്. ഒടുവിൽ ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യം. ജീസസ്, ഞാൻ ദർശനത്തിൽ കണ്ടു ഒരു മനുഷ്യൻ മരണഭീതിയിൽ ഓടി നടക്കുന്നത്. മരണഭീതിയിൽ ഓടി നടക്കുന്നത്. രാത്രി എന്നെ കേൾക്കുന്ന ജനമേ, നിന്റെ ജീവിതം മരണഭീതിയിലായി, തകർച്ചയിലായി ജീവിക്കുന്നവരാരോ, രാത്രി നിനക്കൊരു സന്ദേശം ഞാൻ ദൈവത്തിൽ നിന്ന് വിളിച്ചു പറയും. മരണഭീതിയിൽ, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായവരെ വിടുവിച്ച യേശു ഇന്ന് രാത്രി കാട്ടാക്കട ദേശത്ത് അവിടുത്തെ ശബ്ദം വിളിച്ചു പറയുന്നു. നിന്നെ മരണത്തിൻ്റെ ഭീതി മൂടുന്നുവോ? ഇന്ന് രാത്രി അടുത്തു വരൂ. ഇവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവകൃപയുടെ പകർച്ച ഇവിടെ ഉണ്ട്. അതിൻ്റെ കാരണം എന്തായാലും ഇന്ന് രാത്രി അതിനെ നീക്കിക്കളയാൻ കഴിവുള്ള യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഇന്ന് രാത്രി ഞാൻ ഘോഷിക്കുന്നു. ചീമേന തെരബകതലഭാഷ്യ. അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുന്നു, അക്ഷരാർത്ഥത്തിൽ മരണത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുന്ന നിങ്ങളെ അതിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഇന്ന് രാത്രി ഞാൻ ആഹ്വാനം ചെയ്യും. അല്ല, പാപം കയറി ജീവിതത്തെ മുടിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും ഇതുവരെ പറ്റിയില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ കൃപയുടെ അടുക്കിലേക്ക് വരുമോ? ഇവിടെ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടും. ഞാൻ അരുളപ്പാടിനാൽ ദൂത് പറയുകയാണ്, വെളിപ്പാടിനാൽ ദൂത് പറയുകയാണ്. എനിക്കിന്ന് വിളിച്ചു പറയാനുള്ള സന്ദേശം, മരണത്തെ ജയിച്ചിരിക്കുന്നു, മരണത്തെ കീഴടക്കിയിരിക്കുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. മരണം നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രി ഞാൻ ഘോഷിക്കുന്നു. ആത്മജീവിതത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് അത് ശരിക്കും ചെയ്യാൻ കഴിയാതെ കൂടെ തോറ്റുപോകുന്നവരെ ഇന്ന് രാത്രി ദൈവശക്തിയുടെ അടുക്കൽ വരുമോ? നിങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി ഒരു മഹത്വത്തോടെ വരട്ടെ. ആ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ജീവിച്ചാൽ അത് നിങ്ങളെ കൊല്ലും, നിങ്ങളെ പാതാളത്തിൽ പറഞ്ഞുവിടും. അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ കഴിവുള്ള യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കും. ഞാനെൻ്റെ വാക്ക് നിർത്താൻ പോവുകയാണ്. പക്ഷേ ആ വിടുതലിൻ്റെ വർത്തമാനം ഇന്ന് രാത്രി എനിക്ക് ഒരിക്കൽ കൂടെ വിളിച്ചു പറയണം. മരണത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുന്ന വ്യക്തി ആരോ, ഇതിനകത്താവാം, പുറത്താവാം, ദൂരെ എവിടെയോ കേൾക്കാവാം, ഇന്ന് രാത്രി നിന്റെ രക്ഷാ ദിവസമായി ദൈവം വിളിച്ചു പറയും. ഞാൻ പ്രവാചകൻ എന്ന നിലയിൽ വിളിച്ചു പറയുന്നു, വരൂ. ഇന്ന് രാത്രി ആ ഭീതിയിൽ നിന്ന് വിടുവിച്ച് മരണത്തിൻ്റെ കണികളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ ഘോഷിക്കും. ആ വ്യക്തികൾ ഇന്ന് രാത്രി രക്ഷപ്പെടട്ടെ, വിടുതലുണ്ടാകട്ടെ. മാത്രമല്ല, ഞാൻ ഒടുവിൽ പറഞ്ഞതുപോലെ ആത്മജീവിതം, ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ജീവിതത്തിനാണ് അസൽ ജീവിതം എന്ന് പറയുന്നത്. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള അടുപ്പമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ദൈവ സാന്നിധ്യമാണ് അതിൻ്റെ പ്രധാന ഭാവം. അത് സാധിക്കാതെ കൂടെ തോൽവിയിലായി പോകുന്നവർ, നിങ്ങളെ കൊല്ലുന്ന ആ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി ഒരു ജയമെടുക്കാൻ മനസ്സുണ്ടോ? ജീവിച്ചു വരാൻ മനസ്സുണ്ടോ? മരണമേ, നിന്നെ എനിക്ക് വേണ്ട. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ശക്തിയെ, നിന്നെ എനിക്ക് വേണ്ട. എൻ്റെ ആത്മാവിന് തകർച്ച വരുത്തി
എനിക്ക് കേടുവരുത്തി എന്നെ പാതാളത്തിൽ തള്ളാൻ നിൽക്കുന്ന ദുഷ്ടശക്തിയെ നിന്നെ എനിക്ക് വേണ്ട എന്ന് വിളിച്ചു പറയാൻ ഇന്ന് രാത്രി മനസ്സ് വെക്കുമോ? അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടും.